ഈ പ്രതി ആദ്യം ആക്രമിച്ചത് സ്വന്തം മാതാവിനെ തന്നെയാണ്. അവർ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ വെഞ്ഞാറമൂടിലെ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സലീം അലി ഗോകുലത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സലീം, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ? SKN ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരം മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ഗുരുതരമായ അവസ്ഥ ഇന്നലെ ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലത്തേതിനേക്കാൾ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്കും പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ ഈ അഫാന്റെ മാതാവല്ലാതെ മറ്റ് രണ്ടുപേരുടെ മൃതദേഹം കൂടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് അഫാന്റെ സഹോദരനായ 9ാം ക്ലാസ്സുകാരൻ അഫ്സാൻ, ഒപ്പം തന്നെ പ്രണയിനി ഫർസാന, പെൺസുഹൃത്ത് ഫർസാന എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഈ ആശുപത്രിയിൽ ഈ രണ്ടുപേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചിറയൻകീഴ് CIയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 ആറ്റിങ്ങൽ DYSPയും ഇവിടേക്ക് എത്തിയിരുന്നു. ഇവിടേക്ക് എത്തിയതിനു ശേഷം അഫാന്റെ മാതാവിന്റെ ആരോഗ്യനില പരിശോധിച്ചു. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്കുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളും നടത്തി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങി. അതിനുശേഷം ചിറയൻകീഴ് CIയുടെ നേതൃത്വത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ആദ്യം ഇൻക്വസ്റ്റ് നടപടികൾ, ആ ഇൻക്വസ്റ്റ് നടപടികൾക്ക് പിന്നാലെ ഫോറൻസിക് പരിശോധന, ഈ ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷം പോസ്റ്റ്മോർട്ടം. ഈ ഘട്ടമാണ് ഈ കേസിന്റെ ചുരുളഴിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസിന് മുൻപിൽ നിലവിലുള്ള ചില നിഗമനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് പക്ഷേ ചില സാധ്യതകൾ പരിശോധിച്ചുള്ള നിഗമനമാണത്. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ നടന്നതാണ് ഈ കൊലപാതകങ്ങൾ എന്നുള്ളതാണ് ആ നിഗമനം. അതിൽ തന്നെ എങ്ങനെ കൊലപ്പെടുത്തി, മാത്രമല്ല ഈ അഫാൻ പറയുന്നത് മുഴുവൻ സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകണമെങ്കിൽ ഈ സമയം, ഈ അഫാൻ പറഞ്ഞ സമയമൊക്കെ ശരിയായി വരണം, ഈ മരണം നടന്ന സമയം ശരിയായി വരണം. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ളൊരു പരിശോധന പോലീസ് നടത്തുകയാണ്. കാരണം നിലവിൽ അഫാൻ പറഞ്ഞതനുസരിച്ച് ആദ്യം കൊലപ്പെടുത്തിയിരിക്കുന്നത് സൽമാ ബീവി എന്ന പിതൃമാതാവിനെയാണ്. പാങ്ങോടെത്തി ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് പോയി ചുള്ളാളത്തേക്ക് പോകുന്നു. ചുള്ളാളത്തേക്ക് പോയി അവിടെ നിന്നും ലത്തീഫ്, ബന്ധു ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് ഒരു നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ളൊരു സംഭവമാണ്. കാരണം ഇന്നലെ വൈകുന്നേരം 6:30-7 മണി സമയത്തോടു കൂടിയാണ് ഈ വാർത്ത നമ്മുടെ റിപ്പോർട്ടർ ഷെഫീദ് റാവുത്തറിനെ തേടിയെത്തുന്നത്. ഇങ്ങനെ ഒരു വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ തേടിയെത്തുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഷെഫീദിന് ലഭിച്ച വിവരം സഹോദരിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇതിന്റെ പല വഴികളിൽ നിന്ന് നമ്മൾ ആ വാർത്ത കൺഫേം ചെയ്യുന്ന ഒരു മണിക്കൂറുകളിൽ നമ്മൾ പരസ്പരം സംസാരിച്ചതാണ്. ഞാനും ഷെഫീദും കൂടി പരസ്പരം സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞതാണ്. ഇങ്ങനെ എന്തായാലും ഈ ഒരാൾ പറയുന്നു കൊല്ലപ്പെട്ടത് സഹോദരനാണെന്ന്, മറ്റൊരാൾ പറയുന്നു കൊല്ലപ്പെട്ടത് മാതാവാണെന്ന്, മറ്റൊരാൾ പറയുന്നു പിതൃമാതാവാണെന്ന്, അങ്ങനെ ബന്ധുവാണെന്ന്, ഒരാൾ പറയുന്നു ഈ കൊലപാതകം നടന്നത് ഈ വെഞ്ഞാറമൂട്ടിലാണെന്ന്, മറ്റൊരാൾ പറയുന്നു ചുള്ളാളത്താണെന്ന്. അങ്ങനെ നമ്മൾ തന്നെ സംസാരിച്ചത് ഇങ്ങനെ സാധ്യമല്ല, ഇത് ഈ വാർത്ത കൂടുതൽ സമയമെടുത്ത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പോലും കരുതുന്നില്ല ഒരു പ്രതി നമ്മുടെ നാട്ടിൽ ഒരു 23-കാരൻ ഇങ്ങനെ ഇറങ്ങി നടന്ന് പല സ്ഥലങ്ങളിൽ പോയി കൊലപാതകം നടത്തുമെന്നും അത് 5-ലധികം കൊലപാതകങ്ങൾ നടത്തുമെന്നും നമ്മൾ തന്നെ അറിഞ്ഞതല്ല. അതിനുശേഷമാണ് പിന്നീട് ആ ഞെട്ടിക്കുന്ന വാർത്തകൾ അത് സത്യമാണ് എന്നുള്ളത് അറിയുന്നത്. അതായത് നമ്മൾ അറിഞ്ഞ വാർത്തകളൊക്കെയും സത്യമായിരുന്നു, ഓരോരുത്തർ പറയുന്നതും സത്യമായിരുന്നു, ഓരോ കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളതൊക്കെ സത്യമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നതും അങ്ങനെയാണ്. അതിന്റെ അതൊരു സിനിമാക്കഥയെ പോലും വെല്ലുന്ന നിലയിലുള്ള കൊടും ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരികയും ചെയ്തത്. അതിൽ തന്നെ ഇതിൽ നിർണായകമായതും ഈ പ്രതിയുടെ തന്നെ കീഴടങ്ങൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. ഒരു പ്രതി, ഒരു 23-കാരൻ വൈകുന്നേരം 6:30 സമയത്തോടുകൂടി ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നു. ഓട്ടോറിക്ഷയിൽ വന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഇറങ്ങുന്നു. മുന്നിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഞാൻ 6 കൊലപാതകം നടത്തിയെന്ന് പോലീസിനോട് പറയുകയാണ്. പോലീസ് ആ ഘട്ടത്തിൽ ഈ മാനസിക പ്രശ്നമുള്ള ആരോ എന്തോ പറയുന്നു എന്നുള്ളതാണ് പോലീസ് പോലും വിചാരിച്ചത്. കാരണം സാധാരണഗതിയിൽ ഒരു മനുഷ്യരങ്ങനെ എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. 6 കൊലപാതകങ്ങൾ നടത്തുവന്നു, ആ പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു, ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കീഴടങ്ങുന്നു എന്നുള്ളത്. അങ്ങനെ പക്ഷേ പോലീസ് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു പരിശോധന നടത്താം എന്നുള്ള നിലയിലാണ് അഫാന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ 2 പേരെ മാത്രമാണ്, ഇവർ മരിച്ചില്ല എന്ന് കരുതിയാണ് ഈ
അഫ്സാനെയും ഒപ്പം തന്നെ ഫർസാനെയും ഇവിടെ ആശുപത്രിയിലേക്ക് മാറ്റിയത്, ഒപ്പം മാതാവിനെയും ഇവിടേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഈ രണ്ടുപേരുടെ മൃതദേഹം മാത്രം ഇവിടെ ആശുപത്രിയിലേക്കായത്. ബാക്കി ബാക്കി 2 സ്ഥലത്തും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇന്ന് ആ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മാറ്റുകയുള്ളൂ. അങ്ങനെ ഇവിടേക്ക് എത്തിയതിന് ശേഷമാണ് പോലീസ് മറ്റ് സ്റ്റേഷനുകളിലേക്ക്, പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ വിവരമറിയിക്കുന്നത്. കാരണം ഈ അഫാൻ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തേക്കായി പോലീസ് സംഘം തിരിക്കുന്നു. അതിനുശേഷം ഓരോ വീട്ടിലും കാണുന്ന ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണുകയുമാണ്. നമ്മൾ ഈ ചുള്ളാളത്തേക്ക് ഇന്നലെ രാത്രി ഞാൻ പോയതാണ്. ചുള്ളാളത്ത് വീട്ടിൽ അവിടെ ആ വീട്ടിലെ ഈ ലത്തീഫ് എന്ന് പറയുന്ന അദ്ദേഹം ഈ വിരമിച്ച സൈനികനാണ്. അവിടെ വളരെ ഈ പള്ളിയും മറ്റ് ഇടപാടുകളും ഒക്കെ ആയി കഴിയുന്നയാളാണ്. അതല്ലാതെ പുറത്തേക്ക് അങ്ങനെ അധികം പോകുന്ന സ്വഭാവക്കാരനല്ല. അങ്ങനെ എന്തായാലും ആ പ്രദേശത്ത് ഈ ലത്തീഫിന്റെ വീടിന് സമീപത്ത് ഈ 10-40 മീറ്റർ പരിസരത്ത് മറ്റ് വീടില്ലാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കുറവാണ്. മാത്രമല്ല അവിടെ ഒരു വാട്ടർ ടാങ്കും അതിനെ ചുറ്റിപ്പറ്റി ചില സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനവും ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് വൈകുന്നേരം സമയങ്ങളിൽ അവിടേക്ക് ആളുകൾ എത്തുകയുമില്ല. ആ സമയത്ത് ഇത്തരത്തിലൊരു അപകടം നടക്കും എന്ന് ആരും കരുതിയതുമില്ല. അങ്ങനെ അതിനുശേഷം ഈ വാർത്ത വന്നതിന് ശേഷമാണ് അവിടേക്ക് ആളുകൾ വരുന്നതും ഈ കൊലപാതകം അവിടെയും ഈ 2 കൊലപാതകം നടന്നു എന്ന് അറിയുകയും ചെയ്യുന്നത്. അതിന് സമാനമായിരുന്നു. അതിന് തൊട്ട് 13 കിലോമീറ്റർ അപ്പുറമാണ്, അതായത് ഈ ചുള്ളാളത്ത് നിന്ന് 13 കിലോമീറ്റർ അപ്പുറമാണ് പാങ്ങോട് ഉള്ളത്. പാങ്ങോട്, കൊച്ചു പാങ്ങോട് എന്ന സ്ഥലം, താഴെ പാങ്ങോട് എന്ന സ്ഥലത്താണ് ഇവരുടെ പിതൃമാതാവ്, പ്രതിയുടെ പിതൃമാതാവ് താമസിക്കുന്നത്. ആ പിതൃമാതാവിന്റെ അവിടേക്കും ഒരു സംഘം പോവുകയും അവിടെയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഈ സഞ്ചാരപാത ഉൾപ്പെടെ, പ്രതിയുടെ സഞ്ചാരപാത ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അതിനിർണായകമാണ്. പ്രതി ഏത് വഴിയിൽ സഞ്ചരിച്ചു, ആദ്യം എവിടേക്ക് പോയി എന്നതിലൊക്കെ നിലവിൽ പോലീസിനൊരു സൂചനയുണ്ട്. ആ സൂചനകൾ ശരിയാണോ തെറ്റാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന് CCTV ദൃശ്യങ്ങളുടെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുണ്ട്. ഇതിന് കാരണം, ഈ കൊലപാതകത്തിന് കാരണം പണമോ പ്രണയമോ എന്നുള്ളൊരു ചോദ്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നുണ്ട്. കാരണം 2 സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. SKN.